ഹലോ ഫ്രണ്ട്സ്, KKC ഫാം ബ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ നമ്മൾ റേസിംഗ് ഫോമേഴ്സിന് ഓപ്പൺ ചെയ്യുകയാണ്. ഈ ട്രാപ്പ് ഡോർ ഇങ്ങനെ തുറന്നു വെച്ച് കൊടുക്കും. അതിനുശേഷം മെയിൻ വാതിൽ ലോക്ക് ചെയ്തതിന് ശേഷം ട്രാപ്പ് ഡോറിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കും. ബേഡുകൾ ഓരോന്നായിട്ട് അതിൽ കൂടി പുറത്തോട്ടിറങ്ങി അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പറക്കും. ഈ ഇരിക്കുന്നതൊക്കെ സെക്കൻഡ് ബാച്ചിലുള്ള കുഞ്ഞുങ്ങളാണ്. അവർ ആദ്യത്തെ ബാച്ചിലെ പ്രാവുകൾ പറക്കുന്നത് പോലെ അത്ര പരിചയമില്ല. അവർ പതുക്കനെ ഇങ്ങനെ കൂടിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് തനിയെ പറന്നോളും. ആദ്യത്തെ ബാച്ചിലെ പ്രാവുകൾ ഇതുപോലെ നമ്മുടെ വീടിന് ചുറ്റും റൗണ്ട് ചെയ്ത് പറക്കും. ഏകദേശം 1 മണിക്കൂറോളം നമ്മളെന്നും ഇതിനെ ഇതുപോലെ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ തുറക്കും. 8 മണിയോടുകൂടി നമ്മളതിനെ കൂട്ടിൽ കയറ്റുകയും ഫുഡ് കൊടുക്കുകയും ചെയ്യും. പ്രാവുകളെല്ലാം നമ്മൾ തുറന്നു വിട്ടതിന് ശേഷം ട്രാപ്പ് ഡോറിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള ഡോറ് നമ്മൾ അടച്ചേക്കുകയാണ്. ഇനി പ്രാവുകൾ വരുമ്പോൾ ഉള്ളിലോട്ടുള്ള ട്രാപ്പ് ഡോറ് തുറന്ന് വെച്ച് കൊടുക്കണം. അതിപ്പം ഫീമെയിലിൻ്റെ സെക്ഷനിലോട്ടുള്ളതാണെങ്കിൽ അവിടോട്ടുള്ള ഡോറ് തുറന്ന് വെച്ച് കൊടുക്കുക. മെയിലിൻ്റെ സെക്ഷനാണെങ്കിൽ അവിടോട്ടുള്ള ഡോറ് തുറന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ അതുവഴിയായിരിക്കണം പ്രാവുകൾ കൂട്ടിലേക്ക് പ്രവേശിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ പ്രാവുകളെ ട്രെയിൻ ചെയ്യിക്കുന്നത്. ഏകദേശം ഒരു 1/4 മണിക്കൂറോളം പ്രാവുകൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും. പ്രാവുകൾ വന്നിറങ്ങുന്ന മനോഹരമായ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ പ്രാവുകളൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കിനി ടൈമുണ്ട്. 1 മണിക്കൂറാണ് നമ്മളതിനെ തുറന്നു വിടുന്നത്. അപ്പോൾ കറക്റ്റ് 7 മണിക്ക് തുറന്ന് ഏകദേശം 8 മണിയോടുകൂടി നമ്മൾ തീറ്റ കൊടുക്കും. അപ്പോൾ 8 മണിയാകുമ്പോഴത്തേന് നമുക്ക് തീറ്റ കൊടുക്കാം. ഒരു ദിവസം കൊടുത്ത വെള്ളം ഒരു ദിവസത്തേക്ക് ഒരു കാരണവശാലും കൊടുക്കരുത്. നമ്മൾ ആ വെള്ളം കളഞ്ഞ് ക്ലീൻ ചെയ്ത് പുതിയ വെള്ളം കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ റേസിംഗ് ഹോമറിൻ്റെ ഫുഡ് എടുക്കാൻ വന്നതാണ്. അപ്പം ഇതാണ് റേസിംഗ് ഫുഡ്. മിക്സഡ് ഫുഡാണ്. 23 കൂട്ടം ധാന്യങ്ങൾ അടങ്ങിയതാണ് ഈ ഫുഡ്. നല്ല പോഷകസമൃദ്ധമായ ഫുഡാണ്. അപ്പം പ്രാവിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഈ ഫുഡ് സൂക്ഷിച്ച് വെക്കേണ്ടിടത്ത് നല്ല എയർ ടൈറ്റായിട്ടുള്ള ഒരു സ്ഥലത്ത് മാത്രമേ ഇത് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഇതുപോലെ ഫ്രിഡ്ജ് അങ്ങനത്തുള്ള സംഭവങ്ങൾ മാത്രമേ ഇത് സൂക്ഷിച്ച് വെക്കാവൂ. കാരണം ഈർപ്പം അടിച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പൂപ്പലോ ഫംഗസോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ. അതുപോലെ തന്നെ ഫുഡ് എടുക്കുമ്പോൾ ഒരു പ്രാവിന് 30 ഗ്രാം എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കണം നമ്മൾ ഫുഡ് കൊടുക്കേണ്ടത്. റേസിംഗ് ഹോമർ 30 ഗ്രാം ഫുഡ് എന്നുള്ള രീതിക്ക് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ വേസ്റ്റായി പോകത്തേ ഉള്ളൂ. പ്രാവിന് പ്രയോജനം ചെയ്യത്തില്ല. ഓക്കെ. അപ്പോൾ അതാരും മറക്കണ്ട. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. തീറ്റ കൊടുക്കാൻ ടൈമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ
കയറി വരുന്ന കാണുമ്പോഴേ പ്രാവുകൾ റെഡിയാണ്. വിസിൽ അടിച്ചാണ് തീറ്റ കൊടുക്കുന്നത്. ആദ്യം അതിൻ്റെ തീറ്റ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം അകത്തെ ട്രാപ്പ് ഡോർ നമ്മളിതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ച് കൊടുത്ത് വിസിലടിക്കുമ്പോഴത്തേനും പ്രാവുകൾ ഇറങ്ങി കഴിച്ചോളും. അതുപോലെ നമ്മൾ മെയിലുകൾക്ക് ഇന്ന് വെച്ച് കൊടുക്കണം. ഇന്ന് മെയിലുകളെ തുറന്നു വിടുന്നില്ല, പക്ഷെ ഫുഡും വെള്ളവും മാറ്റി വെച്ച് കൊടുക്കും. ഇപ്പം രാവിലെയുള്ള ഏകദേശം പരിപാടികൾ തീർന്നിരിക്കുകയാണ് റേസിംഗ് ലോഫ്റ്റിൻ്റെ. അപ്പം ഇനി അടുത്ത ബ്രീഡിംഗ് ലോഫ്റ്റൊക്കെ ഉണ്ട് താഴെ. അപ്പം നമുക്ക് അവിടെ പോയി ഫുഡും കാര്യങ്ങളും എല്ലാം കൊടുക്കണം. അപ്പം റേസിംഗ് ലോഫ്റ്റിലെ രാവിലെയുള്ള പരിപാടികൾ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഇട്ട് തരുന്നതായിരിക്കും. ഓക്കെ. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പം അടുത്ത എപ്പിസോഡിൽ കാണാം. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു.